പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇനി പിടിയിൽ ആകാനുള്ളത് 15 പേരെന്ന് അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള DIGS അജിത ബീഗം പറയുന്നു. 44 പേർ ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ട്. രണ്ട് ദിവസത്തിനകം മുഴുവൻ പ്രതികളെയും പിടികൂടുമെന്നാണ് അജിത ബീഗം പറയുന്നത്. 24 എക്സ്ക്ലൂസീവ്. പത്തനംതിട്ട പോക്സോ കേസിൻ്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന DIG അജിത ബീഗം നമ്മോടൊപ്പം ചേരുകയാണ്. മാഡം, നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്. ഇപ്പോൾ ഒരു 40-ലൊക്കെ എത്തിയെന്ന് കേൾക്കുന്നു അറസ്റ്റ്, ഒരു 58-60-ലേക്ക് പോകുന്നുവെന്നും കേൾക്കുന്നു അറസ്റ്റിലേക്ക്. എന്താണ് മാഡം ഇതിൻ്റെ ഒരു പ്രാഥമികമായി മാഡത്തിന് പറയാനുള്ളത്? സോ ഇതിനകത്ത് നമ്മൾ ഇതുവരെ 30 FIRs രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 59 അക്യൂസ്ഡിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 59 അക്യൂസ്ഡ് ഹാവ് ബീൻ ലിസ്റ്റഡ് ഔട്ട് ആൻഡ് 44 ഹാസ് ബീൻ അറസ്റ്റഡ്. അപ്പോൾ ഇന്നലെ ഒരു 0 FIR എടുത്തായിരുന്നു. അത് ട്രിവാൻഡ്രം റൂറൽ ഡിസ്ട്രിക്റ്റിൻ്റെ കേസാണ്. അപ്പോൾ അത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുമായിരിക്കും. പിന്നെ ഇപ്പോൾ നമുക്ക് ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത് 15 പേരാണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് പ്രോസസ്സ് FIR രജിസ്ട്രേഷൻ പ്രോസസ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. ഇനി കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. പെൺകുട്ടിയുടെ ഒരു അവസ്ഥ അന്വേഷിച്ചിരുന്നു, എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ അന്വേഷിച്ചിരുന്നോ? ഷീസ് ഫൈൻ, ഷീസ് ഹെൽത്തി. നമ്മുടെ ഭാഗത്തുനിന്ന്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടും ആ കുട്ടിക്കുണ്ട്. നമ്മൾ ആക്ച്വലി കൗൺസിലിംഗ് സംവിധാനം, പിന്നെ കോമ്പൻസേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കുന്നു. പ്രതികളിൽ ചിലർ വിദേശത്തേക്ക് പോയി എന്ന് പറയുന്നു. അവരെത്തിക്കാനുള്ള നീക്കം അതെങ്ങനെയാണ് മാഡം? അതെ, ഡെഫിനറ്റ്ലി. അതിൽ ഒരു പ്രതി ഇപ്പോൾ നമുക്ക് ഗൾഫിലാണെന്ന ഒരു സൂചനയുണ്ട്. അപ്പോൾ അയാളുടെ പേരിൽ നമ്മൾ LOC ഉടനെ നമ്മൾ പുറപ്പെടും. പിന്നെ അത് കഴിഞ്ഞിട്ട് if he is not coming to India, we are planning to issue a red corner notice against him through the Interpol. 2 or 3 days മുഴുവൻ accused will be arrested. അങ്ങനെ തന്നെയല്ല? Hopefully നമ്മൾ we are ensuring that nobody is left out. അതിനകത്ത് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാ ആളുകളെയും we will list them down. We will ensure that all FIRs are registered and all of them are arrested. സർക്കാരിൻ്റെ ഭാഗത്ത് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നു? 100%. അതാണ് പറയാനുള്ളത്. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്നാണ് DIG അജിത ബീഗം അറിയിച്ചിട്ടുള്ളത്. സഞ്ജയ് ബാലൻ, ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. സൂര്യനെല്ലി പീഡനത്തിന് ശേഷം ഇത്രയധികം ആളുകൾ പ്രതിയാകുന്ന മറ്റൊരു കേസ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, എന്തായാലും ഈ നമ്പർ കേട്ട് കേരളം ഒന്ന് അടങ്ങിയിരിക്കുകയാണ്, പറയൂ. തീർച്ചയായും SKN, ഈ നമ്പർ കേട്ട് കേരളം നടന്നിരിക്കുകയാണ്. 64 എന്നൊരു നമ്പർ പെൺകുട്ടി പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ 59 അക്യൂസ്ഡിനെ, 59 പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ 44 പേർ അറസ്റ്റിലായിട്ടുണ്ട്. 15 പേരെ ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ട്. 29 FIR ആയിരുന്നു ആദ്യം രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇപ്പോൾ അത് ഒരെണ്ണം കൂടി 30 FIR എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. തിരുവനന്തപുരം റൂറൽ ഡിസ്ട്രിക്റ്റിൻ്റെ പരിധിയിലുള്ള ഒരു FIR കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അത് അവിടേക്ക് കൈമാറിയെന്നും അന്വേഷണ സംഘത്തിൻ്റെ ചുമതലയുള്ള മേൽനോട്ടം വഹിക്കുന്ന DIG അജിത ബീഗം ആദ്യമായി ഒരു മാധ്യമത്തോട് പ്രതികരിക്കുകയാണ്. എന്തായാലും അവർ നാളെ രാവിലെ 10 മണിയോടുകൂടി പത്തനംതിട്ടയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പത്തനംതിട്ട SP ഓഫീസിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ 25 അംഗ ടീമിൻ്റെ ഒരു അവലോകന യോഗം ചേരും. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നും അവർ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പോലീസിൻ്റെ അന്വേഷണം കാര്യക്ഷമമായാണ് നടക്കുന്നത്. പെൺകുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് അവർ ഹെൽത്തി ആയിരിക്കുന്നു, എല്ലാവിധ സപ്പോർട്ടും നൽകുന്നുണ്ട്. സർക്കാരിൽ നിന്ന് റെമ്യൂണറേഷൻ അടക്കമുള്ള മറ്റു കാര്യങ്ങൾ നൽകിക്കൊടുക്കാൻ പോലീസിന്റെ സഹായം പെൺകുട്ടിക്ക് നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മുഴുവൻ പ്രതികളെയും പിടികൂടും. ഇതിലേറ്റവും അവർ എടുത്തു പറയേണ്ടത്, അവർ ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു പ്രതി ഗൾഫിലാണ് എന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. റാന്നി സ്വദേശിയാണ് ഈ പ്രതി. എന്തായാലും ഈ പ്രതി ഗൾഫിലാണ് എന്ന ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടി ലുക്കൗട്ട് നോട്ടീസ് ഇറക്കും. ഇനി അഥവാ വന്നില്ലെങ്കിൽ റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കുമെന്നാണ് അല്പസമയത്തിന് മുൻപ് അജിത ബീഗം നമ്മെ അറിയിച്ചിട്ടുള്ളത്. SKN. താങ്ക് യു. ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.